നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഉണ്ണി മുകുന്ദൻ ഉണ്ണി എങ്ങനെയാണ് സിനിമകൾ നഷ്ടമായത്? എന്താണ് ഉണ്ണി മുകുന്ദൻ്റെ കരിയറിൽ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഉണ്ണി മുകുന്ദൻ മാർക്കോ എന്ന സിനിമ ഇനി അഭിനയിക്കില്ല എന്ന് പറഞ്ഞത്? അതിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ. ഫസ്റ്റ്ലി എന്താണെന്ന് വെച്ചാൽ, ഉണ്ണി മുകുന്ദൻ മാർക്കോയ്ക്ക് ശേഷം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ, ആള് പെട്ടെന്ന് ആളുടെ സിനിമയിൽ വാങ്ങിക്കുന്ന പ്രതിഫലം ഡബിളാക്കി കൂട്ടി. അത് ഒന്നാമത്തെ ഒരു ഘടകമാണ്. 50 ലക്ഷം 80 ലക്ഷം വാങ്ങിക്കുന്ന ആക്ടർ ഒറ്റയടിക്ക് 10 കോടി 8 കോടിയൊക്കെയാണ് റേറ്റ് പറഞ്ഞത്. അങ്ങനെ വന്നപ്പോൾ ഉണ്ണി മുകുന്ദന് വേണ്ടി കമ്മിറ്റ് ചെയ്തിരുന്ന ഡയറക്ടേഴ്സും പ്രൊഡ്യൂസറുകളെല്ലാം അത് ഒഴിവാക്കി. കാരണം അവരുടെ സിനിമയ്ക്ക് അത്രയും ബഡ്ജറ്റ് ഉണ്ടാവുകയില്ല. കാരണം ഈ മാർക്കോ എന്ന സിനിമയ്ക്ക് പോലും ഇത്രയധികം തുക ഷെരീഫ് മുഹമ്മദ് കൊടുത്തിട്ടുണ്ടോ, ഐ മീൻ ദ പ്രൊഡ്യൂസർ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി മാർക്കോ 2 എന്തുകൊണ്ട് വരുന്നില്ല എന്ന് വെച്ചാൽ, അത് എനിക്ക് കിട്ടിയ ന്യൂസിൽ എന്താണെന്ന് വെച്ചാൽ, ഇവരെ ഉടക്കി പിരിഞ്ഞതാണ് സംഭവം. അല്ലാണ്ടൊന്നുമല്ല. ഷെരീഫ് മുഹമ്മദുമായും ഉണ്ണി മുകുന്ദനുമായും അവർ തമ്മിൽ ഉടക്കിയതാണ്. ആ സിനിമ ഇറങ്ങിയ സമയത്ത് അതിൻ്റെ ക്ലൈമാക്സ് സീൻ നിങ്ങൾ കാണണം എന്ന് പറഞ്ഞ് തിയേറ്ററിൽ കാണികളെ ഇരുത്തി കാണിപ്പിച്ച ആളാണ് ഉണ്ണി മുകുന്ദൻ. പിന്നെ അതിന് ശേഷം അതിൻ്റെ 2ാം ഭാഗം 4ാം ഭാഗം വരെ വരുമെന്ന് പറഞ്ഞിട്ട് ശേഷം പിന്നെ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ചേഞ്ച് വന്നത് എന്താണെന്ന് വെച്ചാൽ, ആള് അത് സിനിമയുടെ ഇത് ഈ പ്രതിഫലം കൂട്ടിയത് കൊണ്ടായിരിക്കാം. ഓഫ് കോഴ്സ് നമ്മൾ ഇപ്പോൾ ഏതൊരു വ്യക്തിയായാലും ഒരു വിജയം വന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള സിനിമയിൽ പിന്നീട് അങ്ങോട്ട് പ്രതിഫലം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കൂട്ടി ചോദിക്കുമല്ലോ. അത് അറിയാനുള്ളതുണ്ട്. അത് വേണ്ട തീരുമാനിക്കേണ്ടത് സിനിമയുടെ ഡയറക്ടർ പ്രൊഡ്യൂസേഴ്സാണ്. അപ്പോൾ ഞാൻ കേട്ടതിൽ വെച്ച് ഉണ്ണി മുകുന്ദന് ഇപ്പോൾ ഒരു സിനിമയും ഇല്ല എന്നുള്ളതാണ്. ഗന്ധർവ ജൂനിയർ ആയാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങാവുന്ന സിനിമ